ഹായ് എവരിവൺ. എന്തായാലും ഇന്നത്തെ ദിവസം എനിക്ക് തോന്നുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഒരു കലയെ പറ്റിയിട്ടാണ്. എന്താ കല എന്ന് പറഞ്ഞാൽ ആർട്ട്. എന്താ അപ്രീസിയേഷൻ. അപ്രീസിയേഷൻ ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇൻ അവർ ലൈഫ്. അപ്രീസിയേഷൻ ചെയ്യാറുണ്ട്. എപ്പോഴും നമുക്കൊരു നല്ല ഫീലിംഗ് വേണമെന്നല്ലേ ആഗ്രഹം, അല്ലേ? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഒരു നല്ല ഫീലിംഗ് അതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യാറ്. അപ്പോ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ അദ്ദേഹം ചെയ്ത പ്രവൃത്തിക്ക് അപ്രീസിയേഷൻ കൊടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു ഗുഡ് ഫീലിംഗ് എന്തായാലും വന്നിരിക്കും. ആൻഡ് വാട്ട് അബൌട്ട് മീ? പറഞ്ഞ ആൾക്കും ഒരു ഫീൽ ഗുഡ് ഫാക്ടറാണ്. ആക്ച്വലി അവിടെയും ഒരു ഗുഡ് ഫീലിംഗ് ആണ്, ഇവിടെ ഒരു ഫീൽ ഗുഡ് ഫാക്ടറാണ്. ശരിക്കും പറഞ്ഞാൽ ദ റിലേഷൻഷിപ്പ് ഓഫ് ടു പേഴ്സൺസ് വിൽ ബിക്കം മോർ സ്ട്രോങ് വെൻ യു സ്റ്റാർട്ടഡ് പ്രാക്ടീസിങ് അപ്രീസിയേഷൻ. ഒരു പോസിറ്റീവ് ഇമോഷൻ, ഒരു പോസിറ്റീവ് ഫീലിംഗും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതല്ലേ ആവശ്യം. ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയുന്ന പോലെ പലരും പറയാറുണ്ട്, മലയാളികൾക്ക് അപ്രീസിയേഷൻ പറയാന്ന് പറഞ്ഞാൽ കുറച്ച് വിഷമമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെയൊന്നും അപ്രീഷിയേറ്റ് ചെയ്യില്ല. മലയാളിയുടെ നേച്ചർ അങ്ങനെയാണ്. അതായത് എപ്പോഴും എന്ത് പറയാം, അപ്രീസിയേഷൻ, ക്രിറ്റിസിസം പക്ഷെ ഭയങ്കര രസമാണ് എല്ലാവർക്കും. കുറ്റങ്ങൾ പറയാൻ, പ്രശ്നങ്ങൾ പറയാൻ, അങ്ങനെ എന്തിങ്ങനെ അത് നമുക്ക് നമ്മൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറയണത്, എന്താണ് ആ ബിലീഫ് സിസ്റ്റം അങ്ങനെ ആയതെന്ന് ചോദിച്ചാൽ ചിലപ്പോ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രാവശ്യം അദ്ദേഹം ചെയ്യുമ്പോൾ അദ്ദേഹം ശരിക്കും ചെയ്തില്ലെങ്കിലോ എന്നുള്ള വിചാരം, അങ്ങനെ പല വിചാരങ്ങളും ബിലീഫ് സിസ്റ്റത്തിലുള്ള കാരണമായിരിക്കും ചിലപ്പോ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ ഒരു മടി. ക്രിറ്റിസിസം ആണ് ആക്ച്വലി പലപ്പോഴും ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അപ്രീസിയേഷൻ ചെയ്യേണ്ടത് 4 ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സിലാണ്. ഒന്ന്, സിൻസിയർ ആയിരിക്കണം, ആത്മാർത്ഥമായിട്ടുള്ള ഒരു അപ്രീസിയേഷൻ ആയിരിക്കണം. വേറൊന്ന്, ഇമ്മീഡിയറ്റ്. ഒരാളുടെ ഒരു പ്രവൃത്തി കണ്ട് നമ്മൾ അപ്പൊ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യാണ്ട് 3-4 മാസം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ നമുക്കെന്തോ ആവശ്യം വന്നപ്പോൾ നമ്മൾ വിളിച്ച്, ഓ നീ അന്ന് ചെയ്തില്ലേ, ആ പ്രവൃത്തി ഭയങ്കരമായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞ് അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി എന്തോ ഒരു കാര്യസാധ്യതയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത് എന്നുള്ളത്. അൺകണ്ടീഷണൽ, ഫ്രോം യുവർ ഹാർട്ട്, അൺകണ്ടീഷണൽ ആയിരിക്കണം. അവർക്ക് തോന്നണം നിങ്ങൾ നല്ല രീതിയിലാണ് മനസ്സിലാക്കിയിട്ടാണ്, നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നാണ് അത് പറയുന്നതെന്ന് മനസ്സിലാക്കണം അവര്. ആൻഡ് ഇറ്റ് ഷുഡ് ബി പബ്ലിക്. ആക്ച്വലി ക്രിറ്റിസിസം ഷുഡ് ബി ഇൻ പ്രൈവറ്റ് ആൻഡ് അപ്രീസിയേഷൻ ഷുഡ് ബി ഇൻ പബ്ലിക്. പലപ്പോഴും തിരിച്ചാണ് ചെയ്യാറ്. ക്രിറ്റിസിസം നമ്മൾ എല്ലാവരും വിളിച്ചിട്ട് ക്രിറ്റിസൈസ് ചെയ്യാൻ നമ്മൾ മിടുക്കരാണ്. പക്ഷെ അതല്ല വേണ്ടത്. ക്രിറ്റിസൈസ് അവരെ വിളിച്ച് പ്രൈവറ്റ് ആയിട്ട് പറയുന്നതും അപ്രീസിയേഷൻ പബ്ലിക് ആയിട്ട് പറയുന്നതും നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. എല്ലാം പ്രാക്ടീസാണ്. വി ആർ നോട്ട് എക്സ്പേർട്ട് ഇൻ അപ്രീസിയേഷൻ. ആ കലയിൽ നമ്മൾ എക്സ്പേർട്ട് ഒന്നുമില്ല, പക്ഷെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കണം. വി ഷുഡ് പ്രാക്ടീസ്. ആൻഡ് another important factor is that why can't you smile? ഒരു ഇൻകം ടാക്സ് കൊടുക്കണ്ട സ്മൈലിന്, ഫ്രീ സ്മൈൽ കൊടുക്കാം നമുക്ക്. ഇറ്റ്സ് എ വെരി ഗുഡ് ഫീലിംഗ് വെൻ യു സ്മൈൽ ടു അതേഴ്സ്. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ലൈഫ്. ഞാൻ അപ്രീസിയേഷന് വേണ്ടിയിട്ടുള്ളൊരു ചെറിയ സ്റ്റോറി പറയും. ഇറ്റ്സ് നോട്ട് ആക്ച്വലി അപ്രീസിയേഷൻ, ഇറ്റ് ഈസ് ക്രിറ്റിസിസം. പക്ഷെ ആ സ്റ്റോറി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുന്നതേ ഉള്ളൂ. ഇറ്റ്സ് എ സ്റ്റോറി ഓഫ് എ ഹണ്ടർ. ഒരു മൃഗങ്ങളെ വേട്ടയാടുന്ന ഒരാളെ പറ്റിയിട്ടാണ്. അയാള് നല്ലപോലെ ഒരു കാട്ടിൽ ജീവിക്കുകയാണ്, വേട്ടയാടുന്ന ആളാണ്. സോ അദ്ദേഹത്തിന് യാദൃശ്ചികമായിട്ട് ഒരു ഹണ്ടർ ഡോഗിനെ കിട്ടി. ഹണ്ടർ ഡോഗ്. ഈ ഹണ്ടർ ഡോഗിന് ഭയങ്കര പ്രത്യേകതയാണ്. ഈ റിവർ ബാങ്ക്സിലും പോൺസിലും ഒക്കെ പോകുമ്പോൾ ഈ വെള്ളത്തിന്റെ മുകളിൽ കൂടെ നടന്നു പോവാൻ ഈ ഡോഗിന് പരിചയമുണ്ട്. അത് ട്രെയിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇദ്ദേഹം ഹീസ് ടോട്ടലി എക്സൈറ്റഡ് അബൌട്ട് ഹിസ് ഡോഗ്. ഒരു ദിവസം വേട്ടയാടാൻ വേണ്ടിയിട്ട് ഈ ഡോഗിനെയും കൂട്ടിയിട്ട് അദ്ദേഹം റിവർ സൈഡിലേക്ക് പോവുകയാണ്. അപ്പൊ അദ്ദേഹം വിചാരിച്ചു കുറച്ച് ഫ്രണ്ട്സിനെയും ഇൻവൈറ്റ് ചെയ്യാം, അവരും കാണട്ടെ എൻ്റെ ഡോഗിന്റെ മിടുക്ക്. അങ്ങനെ അവിടെ പോയി അദ്ദേഹം ഗണ്ണെടുത്തു, അവിടെ സ്വാനൊക്കെ വെടിവെച്ച് റിവറിലിട്ടു. ഹണ്ടർ ഡോഗിനെ ഡയറക്റ്റ് ചെയ്തു, പോയി അത് എടുത്തുകൊണ്ട് പോകാന്ന് പറഞ്ഞപ്പോൾ ഹണ്ടർ ഡോഗ് പതുക്കെ വെള്ളത്തിൽ നടന്ന് പോയി ആ സ്വാനുകളെ എടുത്തു വരാൻ തുടങ്ങി. ഓരോന്ന് വെടിവെക്കുമ്പോൾ അത് പോയി എടുത്തുകൊണ്ട് വരും. അതിന്റെ ഓണർ വളരെ എക്സൈറ്റഡ് ആണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സ് നോക്കുമ്പോൾ അവരൊന്നും പറയുന്നില്ല.
ഒരു അഭിപ്രായം പറഞ്ഞത്, നോക്കിയോണ്ടിരിക്കണമെന്നേ ഉള്ളൂ. അപ്പൊ അദ്ദേഹം ചോദിച്ചു, എന്താ ഇവർക്ക് പറ്റിയ, ഇവർക്ക് മനസ്സിലായില്ലേ, ഇവര് കണ്ടില്ലേ? എന്തായാലും എല്ലാം കഴിഞ്ഞു, അവര് തിരിച്ച് മടങ്ങി പോവാണ്. മടങ്ങി പോകുമ്പോ ആക്ച്വലി അയാൾ വിചാരിച്ചു ഇവരെന്താ ഒന്നും പറയാതിരുന്നത്, എന്നാ ഒന്ന് ചോദിച്ചു കളയാം. അങ്ങനെ അത് ചോദിച്ചു. അവര് ചോദിച്ചു, എന്റെ ഡോഗിന് എന്തെങ്കിലും പ്രത്യേകത നിങ്ങൾക്ക് ഫീൽ ചെയ്തോ എന്ന് ചോദിച്ചു. അപ്പൊ ഉത്തരം എന്താണ് പറഞ്ഞറിയോ? പാവം, നിങ്ങളുടെ ഡോഗിന് സ്വിം ചെയ്യാൻ അറിയില്ല അല്ലേ, വലിയ കഷ്ടമായി പോയി എന്നാണ് മറുപടി കിട്ടിയത്. ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. വാസ് ഇറ്റ് ആൻ അപ്രീസിയേഷൻ? ആക്ച്വലി നടന്നുപോകുന്ന പട്ടികളെ ആശ്ചര്യത്തോടുകൂടെ നോക്കേണ്ടത്. അപ്പൊ ഇങ്ങനെയല്ല പറഞ്ഞ്. സോ ജസ്റ്റ് എ ലെസൺ ടു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് അപ്രീസിയേഷൻ ആൻഡ് ക്രിറ്റിസിസം. സോ ഫ്രണ്ട്സ്, മുന്നോട്ട് പോകേണ്ട ജീവിതം എപ്പോഴും അപ്രീസിയേഷൻ എന്ന കല നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഐ ടോൾഡ് യു ബിഫോർ, good feeling and feel good. It's a relationship of two persons. So practice appreciation. Go forward in life. Your life will be fruitful. Thank you very much. See you in the next video. Bye bye. Take care.